ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷ് അനാലിസിസ് എ സി സർക്യൂട്ട്സ്. ഇപ്പം മെഷ് അനാലിസിസ് ഡി സി സർക്യൂട്ട്സ് കണ്ടിട്ട് വേണം എ സി സർക്യൂട്ട്സ് കാണാൻ. അപ്പം നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു ഫൈൻഡ് ദ മെഷ് കറൻസ് യൂസിങ് മെഷ് അനാലിസിസ്. അപ്പം മെഷ് കറൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സർക്യൂട്ട് ഇതാണ്. അപ്പം നോക്കിക്കേ, ഇതിനകത്ത് എത്ര മെഷ് ഉണ്ട്? 1, 2 അല്ലേ? ക്ലോസ്ഡ് പാത്താണ് മെഷ്. അപ്പോൾ ഫസ്റ്റ് I1 അസ്യൂം ചെയ്തു, സെക്കൻഡ് I2 അസ്യൂം ചെയ്തു. അപ്പോൾ എ സി സർക്യൂട്ട്സിൽ എന്തായിരിക്കും പ്രത്യേകത? ഡി സി സർക്യൂട്ട്സിൽ നമുക്ക് റെസിസ്റ്റൻസും ഡി സി സപ്ലൈ മാത്രമേ കാണത്തുള്ളൂ. എ സി സർക്യൂട്ട്സിലാണെങ്കിലോ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് സപ്ലൈ എന്തായിരിക്കും? എ സി ആയിരിക്കും. ഈ സിമ്പിൾ ഇട്ടാൽ എ സി ആണ്. അപ്പോൾ അറ്റ് ഇൻസ്റ്റന്റ് അപ്പോൾ ഉള്ള സൈനാണ്, പൊളാരിറ്റി ആണ് കാണിച്ചിരുന്നത്. പ്ലസ് മൈനസ്, ഇവിടെ മൈനസ് പ്ലസ്. അപ്പം നിങ്ങൾക്ക് ഫിഗറിൽ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ പ്ലസും താഴെ മൈനസും ആയിട്ട് എടുത്ത് ചെയ്യാം. അപ്പോൾ ഈ ഫിഗറിൽ തന്നിട്ടുണ്ട് പ്ലസ് മൈനസ്, ഇവിടെ മൈനസ് പ്ലസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ടറിലും കപ്പാസിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടേം എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ്, റെസിസ്റ്റൻസ് ഓഫ് ഇൻഡക്റ്റൻസ് ഇസ് ഇൻഡക്റ്റീവ് ഇമ്പിഡൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ് ഇസ് കപ്പാസിറ്റീവ് ഇമ്പിഡൻസ്. അപ്പോൾ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം ZL, ഇമ്പിഡൻസ് അക്രോസ് ഇൻഡക്റ്റൻസ് L. അപ്പോൾ ZL ഈക്വൽ ടു JωL, ഈ ഫോമിലായിരിക്കും. ZC ഈക്വൽ ടു 1/jωC. 1/j ഇസ് മൈനസ് ജെ ഇൻറ്റു 1/ωc. അപ്പോൾ ഈ ഫോമിലായിരിക്കും. അതായത് ഒരു ജെ ടേം കാണും. ഈ ടേം നമുക്ക് ഓൾറെഡി തരും. ഇപ്പോൾ J5 എന്ന് കണ്ടാൽ അതെന്തായിരിക്കും? ഇൻഡക്ടർ ആയിരിക്കും. -J8 എന്ന് കണ്ടാൽ അതെന്തായിരിക്കും? കപ്പാസിറ്റൻസ് ആയിരിക്കും. അപ്പോൾ മൈനസ് വാല്യൂ ഇമ്പിഡൻസ് വരുന്നത് കപ്പാസിറ്റൻസ്, പ്ലസ് വാല്യൂ വരുന്നത് നോർമലായിട്ട് ഇൻഡക്റ്റീവ് ഇമ്പിഡൻസ് വരും. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് ഇമ്പിഡൻസ് തരുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ മെഷ് വാല്യൂസ് എഴുതുമ്പോഴത്തേക്കും കോംപ്ലക്സ് നമ്പേഴ്സിലാകും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റിതെല്ലാം പഴയതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ലൂപ്പിൽ എത്ര ഡ്രോപ്സ് ഉണ്ട്? ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ 3 ഡ്രോപ്സ് ഉണ്ടല്ലേ? അപ്പോൾ എന്ത് വരും? 2 അക്രോസ്. ഇപ്പോൾ KVL അറ്റ് ലൂപ്പ് 1 അല്ലേ? അപ്പോൾ എന്ത് വരും? 2I1 പ്ലസ് 3 ഇൻറ്റു നേരത്തെ പോലെ തന്നെ I1 ഉം I2 ഉണ്ട്. രണ്ടും രണ്ട് ഡയറക്ഷനാണ്. ഒന്ന് മുകളിൽ നിന്ന് താഴോട്ട്, ഒന്ന് താഴെ നിന്ന് മുകളിലോട്ട്. സോ ഫസ്റ്റ് ലൂപ്പ് എടുക്കുമ്പോൾ I1 ആണ് വലുത്. സോ 3I1 മൈനസ് I2 പ്ലസ് ഇതിനകത്തും ഉണ്ട് അല്ലേ? പ്ലസ് J5 ഇൻറ്റു I1 മൈനസ് I2 ഈക്വൽ ടു 20∠0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, J5 ഇൻറ്റു I1, ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ട് ചെയ്താൽ നമുക്ക് എപ്പോഴും വോൾട്ടേജ് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ് എന്ത്? ഡി സി സർക്യൂട്ടിൽ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ്. അപ്പോൾ ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ ഇമ്പിഡൻസ് ആണെന്നേ ഉള്ളൂ, ചെയ്യുന്നത് ഒരുപോലെ തന്നെ. ഇമ്പിഡൻസ് വാല്യൂ ഇൻറ്റു കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് തന്നിരിക്കുന്നത് 20∠0 എന്നുള്ള പോളാർ ഫോമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പോളാർ ഫോം. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ R∠θ ഫോം, അല്ലെങ്കിൽ Re⁻⁻θ ഫോം. ഇങ്ങനൊരു ഫോം നമുക്ക് തരും. അല്ലെങ്കിൽ ഇതാണ് പോളാർ ഫോം. റെക്റ്റാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ A+JB ഫോം. അപ്പം ഈ ഫോമിലുള്ള നമുക്ക് റെക്റ്റാങ്കുലർ ഫോം എന്ന് പറയും. ഈ ഫോമിൽ നിന്ന് ഈ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പം ജനറലായിട്ട് ഞാനൊന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം 3+2j ഒന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ A+JB ഫോം. ഇതിന് വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ ഫോം. ഇതിന് വിളിക്കുന്ന പേരാണ് പോളാർ ഫോം. ഇപ്പം 3+2j നിന്ന് റെക്റ്റാങ്കുലർ ഫോമിൽ നിന്ന് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? R കണ്ടുപിടിക്കണം, θ കണ്ടുപിടിക്കണം. ഫ്രം A ആൻഡ് B. R ഈക്വൽ ടു √A² + B² ആയിരിക്കും. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 3² + 2² 4. അപ്പോൾ √13 ആയിരിക്കും എന്താ ആറിൻ്റെ വാല്യൂ. തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് B/A. അതായത് ഇവിടെ tan ഇൻവേഴ്സ് ബിയുടെ സ്ഥാനത്ത് 2 ആണ്. സോ tan ഇൻവേഴ്സ് 2/3. കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും tan ഇൻവേഴ്സ് 2/3.
ആർ ഇ റേസ് ടു ജെ തീറ്റ ഫോം. അപ്പം നമുക്ക് ഈ ഫോമിൽ നിന്ന് ഈ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. തിരിച്ച് ഈ ഫോമിൽ നിന്ന് എന്താണ് പോളാർ ഫോമിൽ നിന്ന് റെക്റ്റാങ്കുലർ ഫോമിലോട്ടും കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യണ്ട, ഞാൻ എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം, ഇത് ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ജെ ഫോമിലാണ് അല്ലേ, അതായത് എ പ്ലസ് ജെ ബി ഫോമിലുള്ള വാല്യൂസാണ്, ജെ ഫോമിലാണ്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 20 ആംഗിൾ 0 എന്നുള്ള പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റെക്റ്റാങ്കുലർ ഫോമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം കാൽക്കുലേറ്റർ എടുക്കുക. ഫസ്റ്റ് 1 മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നമുക്ക് എന്താ വേണ്ടത്, റെക്റ്റാങ്കുലർ ഫോമാണ് വേണ്ടത്. അപ്പം റെക്ക് എന്നുള്ളത് ഉണ്ടല്ലോ, അപ്പോൾ ഷിഫ്റ്റ് റെക്ക് ഓഫ് എന്താ വേണ്ട, 20 ആംഗിൾ 0. അപ്പം 20, 0. ഇത് ഷിഫ്റ്റ് അടിച്ചിട്ടേ കോമ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 20, റെക്ക് ഓഫ് 20, 0 ഈക്വൽ ടു അടിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ x20 y0, അതായത് 20 + 0j ഫോമിൽ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഈ പോളാർ ഫോമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഷിഫ്റ്റ് പോൾ ഓഫ് ആ വാല്യൂസ് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കറസ്പോണ്ടിങ് പോളാർ ഫോം കിട്ടും. അപ്പം എനിക്കിപ്പം 20 ആംഗിൾ 0യുടെ പോളാർ ഫോം എന്താ കിട്ടിയത്, റെക്റ്റാങ്കുലർ ഫോം എന്താ കിട്ടിയത്, 20 ആംഗിൾ 0യുടെ റെക്റ്റാങ്കുലർ ഫോം 20 + 0j. ഇവിടെ 0 ആണ്ട് എന്നാണ് ഇവിടെ 0 വന്നത്. അപ്പോൾ 20 + 0j ആണ് എന്ത് കിട്ടിയത്, റെക്റ്റാങ്കുലർ ഫോം കിട്ടിയത്. അപ്പോൾ ഈ 20 ആംഗിൾ 0നെ റീപ്ലേസ് ചെയ്തിട്ട് 20 + 0j ഇട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. കാരണം ലെഫ്റ്റ് സൈഡിലെല്ലാം ജെ ടേംസാണ്. അപ്പോൾ റൈറ്റ് സൈഡിലും എന്ത് വരണം, റെക്റ്റാങ്കുലർ ഫോം തന്നെ വരണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ I1 ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി. 2 + 3 5, 5 + j5 × I1 -3 - j5 × I2 ഈക്വൽ ടു 20 + 0j. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് -3 - 35 - j5 × I2 ഈക്വൽ ടു 20. അപ്പോൾ ഇവിടെ നിന്ന് -3 എടുത്തു, ഇവിടെ -j5 രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് I2 എടുത്തു. -3 - j5 × I2 ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനായി, ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ ഓക്കെ ആണ്. ഇനി സെക്കൻഡ് മെഷ് എടുത്തേ. സെക്കൻഡ് മെഷ് എന്താണ്, ഡ്രോപ്സ് എന്തൊക്കെ വരും, 3I2 - j8 × I2. ഇതിലേക്കൂടെയുള്ള കറണ്ട് I2 മാത്രമേ ഉള്ളൂ, ഇതിലേക്കൂടെ I2. സോ 3I2 + -j2 + j5 × I2 - I1 + 3 × I2 - I1. ഓക്കെ ആണല്ലോ. അപ്പം KVL അറ്റ് ലൂപ്പ് 2. ലൂപ്പ് 2ൽ എന്ത് വരും, 3I2. എപ്പോഴും വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് ആണ്. 3I2 പ്ലസ്, അപ്പോൾ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 മാത്രമേ ഉള്ളൂ. സോ -j8 × I2 പ്ലസ്, ഇനി ഈ j5ലൂടെ I2 I1 ഫ്ലോ ചെയ്യുന്നുണ്ട്. I2 താഴെ നിന്ന് മുകളിലോട്ടും I1 മുകളിൽ നിന്ന് താഴോട്ടും. അപ്പം ഡിഫറൻസ് ആണ്. സെക്കൻഡ് മെഷ് എടുക്കുമ്പോൾ സെക്കൻഡ് കറണ്ടാണ് വലുത് അല്ലേ. അപ്പം +j5 × I2 - I1 പ്ലസ് ഇതിനകത്ത് 3 ഓമിനകത്തും I2 I1 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ. അപ്പം +3 × I2 - I1 ഈക്വൽ ടു നോക്കിക്കേ, ഈ ആരോ സപ്ലൈ കൂടെ ഒരു പ്രാവശ്യം കൊണ്ടുപോവാം, വന്ന് നിൽക്കുന്നത് എവിടെയാണ്, പ്ലസ്സിലാണ്. സോ 10 ആംഗിൾ 45 ഡിഗ്രി. 10 ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ വീണ്ടും പോളാർ ഫോം വന്നു, അതിനെ റെക്റ്റാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്തെടുക്കുക, മോഡ് 1 ഷിഫ്റ്റ് റെക്ക് ഓഫ് എന്താണ് 10 ആംഗിൾ 45. സോ 10, 45. നമുക്ക് എത്ര കിട്ടും ആൻസർ, എക്സ് 7.07, വൈയും 7.07 അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്യാം.
I1 ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുമ്പോഴത്തേക്കും -j5I1 -3I1 -3 -j5 × I1 പ്ലസ് I2 ടേംസ് എന്തൊക്കെ വരും 3 + 3 6I2 6 പിന്നെ ജെയുടെ ടേംസ് -j8I2 പ്ലസ് j5I2 എത്ര വരും -j3I2 അല്ലേ -j3 × I2 ഈക്വൽ ടു 10 ആംഗിൾ 45ന്റെ റെക്ടാങ്കുലർ ഫോം എത്ര കിട്ടിയത് 7.07 പ്ലസ് j7.0 ഒരു 2 ഡെസിമലെങ്കിലും അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പം പോളാറിൽ നിന്ന് റെക്ടാങ്കിളിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസും 2 അൺനോൺസും ഉണ്ട് അല്ലേ. I1 I2 2 ഇക്വേഷൻസും 2 അൺനോൺസും. അപ്പം നമുക്ക് കാൽക്കുലേറ്ററിൽ 2 ഇക്വേഷൻസും 2 അൺനോൺസും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഗോ ഫോർ ക്രാമേഴ്സ് റൂൾ. ഇപ്പോൾ ക്രാമേഴ്സ് റൂൾ എന്താണ്? ക്രാമേഴ്സ് റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ ഇൻ മെട്രിക്സ് ഫോം. അപ്പം നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇക്വേഷൻ എഴുതണം. മെട്രിക്സ് ഫോമിൽ ഇക്വേഷൻ എഴുതുന്ന ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 5 + j5I1 -3 - j5I2 = 20 അല്ലേ. അപ്പോൾ അത് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോഴത്തേക്കും 5 + j5 -3 - j5. സെക്കൻഡ് ഇക്വേഷനകത്ത് I1ന്റെ കോഎഫിഷ്യന്റ് -3 - j5 6 - j3 -3 - j5 6 - j3 അല്ലേ ഇൻറ്റു I1 I2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോഎഫിഷ്യൻസ് വരുന്നത് ഫസ്റ്റ് ഇക്വേഷനകത്ത് 20, സെക്കൻഡ് ഇക്വേഷനകത്ത് 7.07 പ്ലസ് j7.07. നമ്മൾ മെട്രിക്സ് ഫോമിൽ ഇക്വേഷൻ എഴുതി. അത് നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ക്രാമേഴ്സ് റൂൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മെട്രിക്സ് റൂൾ മെത്തേഡിൽ എഴുതിയതാണ്. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് നമുക്ക് നേരിട്ട് തന്നെ I1 I2 കണ്ടുപിടിക്കും. അപ്പം നമുക്ക് I1 കാണാനൊരു ഇക്വേഷൻ ഉണ്ട് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട്. I1 = Δ1/Δ ആൻഡ് I2 = Δ2/Δ. I3 ഉണ്ടായിരുന്നെങ്കിൽ I3 = Δ3/Δ. ഈ ഡെൽറ്റയും Δ2 ഒക്കെ ഓരോ മെട്രിക്സുകളാണ്. അപ്പോൾ ഡെൽറ്റ എന്നുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയ I1 I2 കോഎഫിഷ്യൻസിൻ്റെ മെട്രിക്സ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് I1 ഈ മെട്രിക്സ് ആണ് ഡെൽറ്റ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 5 + j5 determinant of minus അപ്പോൾ ഇതിൻ്റെ എന്താ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഡെൽറ്റ വാല്യൂസ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മെട്രിക്സിന് ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്മുടെ ഈ I1ന്റെ I2ന്റെയും കോഎഫിഷ്യൻസ് വെച്ചിട്ടുള്ള മെട്രിക്സ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡിറ്റർമിനൻ്റ് ആണെന്ന് എങ്ങനെയാണ്? ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് അല്ലേ. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. 5 + j5 × 6 - j3 -3 - j5 × -3 - j5. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് മോഡിലിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ആൻസർ 61 - 15j കിട്ടും. കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് കോംപ്ലക്സ് മോഡിലിട്ട് 5 + 5i × 6 - 3i ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. നമുക്ക് വേണ്ട എന്താ? Δ1. Δ1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Δ1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഡെൽറ്റ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളത്തിനെ ഈ കോൺസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്ത് എഴുതുക. അപ്പം നോക്കിക്കേ, ഇവിടെ എന്ത് വരും? ഫസ്റ്റ് കോളം 5 + j5 -3 - j5. അതിന് പകരം എന്ത് കൊടുക്കുക? റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് എന്താ? 0 7.07 പ്ലസ് j7.0. സെക്കൻഡ് കോളം അതുപോലെ തന്നെ എഴുതുക. ഇതാണ് -3 - j5 6 - j3 6 - j3. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഈ ഫസ്റ്റ് കോളം ഡെൽറ്റ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്താണ്? ഈ റൈറ്റ് സൈഡിലെ ഈ മെട്രിക്സ് വാല്യൂസ് വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി ഇതും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? സോറി 20 ആണ് ഇവിടെ. 20 + 0j
ഇവിടെ 20 ആണ്. സോ 20 7.07 മൈനസ് 3. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 20 ഇൻറ്റു 6 മൈനസ് J3 മൈനസ് 3 മൈനസ് J5 ഇൻറ്റു 7.07 പ്ലസ് J 7.0. ഇത് കോംപ്ലക്സ് മോഡിൽ കാൽക്കുലേറ്റർ ഇട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പം 105.86 മൈനസ് 3.44 J. സിമിലർലി നമുക്ക് ഡെൽറ്റ 2 കണ്ടുപിടിക്കാം. ഡെൽറ്റ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് കോളം അതുപോലെ എഴുതുക. ഡെൽറ്റയുടെ ഫസ്റ്റ് കോളം 5 പ്ലസ് J5 മൈനസ് 3 മൈനസ് J5. സെക്കൻഡ് കോളത്തിന് കോൺസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഏതൊക്കെയാണ്? 20യും ദെൻ 7.07 പ്ലസ് J 7.07. ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 5 പ്ലസ് J5 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എടുക്കുക പ്ലസ് J 7.07 മൈനസ് 20 ഇൻറ്റു മൈനസ് 3 മൈനസ് J5. ഓക്കെ അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 60 പ്ലസ് 170.7. ഇനി നമുക്ക് I1 I2 വേണ്ടത്. I1 ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. I2 ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഇപ്പം ഡെൽറ്റ 1 എത്ര നമുക്ക് കിട്ടിയത്? 105.86 മൈനസ് 3.44 J ഡിവൈഡ് ബൈ ഡെൽറ്റ is 61 മൈനസ് 50 J. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 1.62 പ്ലസ് 0.34 J ആംപിയർ. I2 സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഡെൽറ്റ 2 is 60 പ്ലസ് 170.7 J ഡിവൈഡഡ് ബൈ ഡെൽറ്റ is 61 മൈനസ് 50 J. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.27 പ്ലസ് 2.86 J ആംപിയർ. ഓക്കെ, I1 I2 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ I1 I2 പോളാർ ഫോമിലായിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പോൾ ഇതിന് പോൾ ഓഫ് ഈ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് AC സർക്യൂട്ട്സിൽ മെഷ് അനാലിസിസ്.